2024 ഒക്ടോബറിൽ മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലംപാറ പഞ്ചായത്തിനാണ്. പുല്ലംപാറ. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനമാണ് സഹജം. പേര് സഹജം. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന് ബദലായി ഓപ്പൺ AI വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ സെർച്ച് GPT. ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിന് ബദലായിട്ട് ഓപ്പൺ AI വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് സെർച്ച് GPT. സെർച്ച് GPT. അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് നിയമിതനായത് വിനയ് മോഹൻ ക്വാത്രയാണ്. വിനയ് മോഹൻ ക്വാത്ര. അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതി. യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി യോഗത്തിന് ദ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയായത് ന്യൂഡൽഹിയില് ഭാരത് മണ്ഡപം. യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി യോഗത്തിന് വേദിയായത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ്. ക്യാമ്പസ് വ്യവസായ പാർക്ക് പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം കേരളം. ക്യാമ്പസ് വ്യവസായ പാർക്ക് പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം കേരളമാണ്. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ്. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പാണ് 6A. ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ശേഖർ കപൂർ ആണ്. ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ശേഖർ കപൂർ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി മാറ്റുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ഡിജി കേരളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായിട്ട് മാറുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ഡിജി കേരളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടത്തുന്ന പദ്ധതിയാണ് ഡിജി കേരളം. 2024 ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത് S. സോമനാഥാണ്. 2024 ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത് S. സോമനാഥ്. ചലച്ചിത്ര സംവിധായകൻ സിദ്ദിഖിന്റെ ഓർമ്മയ്ക്ക് സിദ്ദിഖ് സ്മാരക സമിതി നൽകുന്ന പുരസ്കാരം നേടിയത് MK സാനു ആണ്. ചലച്ചിത്ര സംവിധായകൻ സിദ്ദിഖിന്റെ ഓർമ്മയ്ക്ക് സിദ്ദിഖ് സ്മാരക സമിതി നൽകുന്ന പുരസ്കാരം നേടിയത് MK സാനു. 2024 ലോകമാന്യ തിലക് നാഷണൽ അവാർഡിന് അർഹയായത് സുധാമൂർത്തിയാണ്. 2024 ലോകമാന്യ തിലക് നാഷണൽ അവാർഡിന് അർഹയായത് ആരാണ്? സുധാമൂർത്തി. കർണാടകയിലെ രാമനഗര ജില്ലയുടെ പുതിയ പേര് ബംഗളൂരു സൗത്ത്. രാമനഗര ജില്ലയുടെ പുതിയ പേര് ബംഗളൂരു സൗത്ത്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ DC. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ DC. സപ്ലൈകോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് PB നൂഹ് ആണ്. സപ്ലൈകോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് PB നൂഹ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹീമോഫീലിയ രോഗത്തിനെതിരെ എമിസിസുമാബ് മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഏത് രോഗത്തിനെതിരെയാണ്? ഹീമോഫീലിയ രോഗത്തിനെതിരെയാണ്. മരുന്നിന്റെ പേര് എമിസിസുമാബ്.
18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആസമിലെ പിരമിഡ് മാതൃകയിലുള്ള ശവകുടീരങ്ങളാണ് ചരൈദിയോ മൈദം. ചരൈദിയോ മൈദം എവിടത്തെയാണ്? ആസമിലെയാണ്. ആസമിലെ പിരമിഡ് മാതൃകയിലുള്ള കുടീരങ്ങളാണ് ചരൈദിയോ മൈദം. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആസമിലെ പിരമിഡ് മാതൃകയിലുള്ള ശവകുടീരങ്ങളാണ് ചരൈദിയോ മൈദം. ഇന്ത്യയുമായി സാംസ്കാരിക സ്വത്തവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം USA ആണ്. ഇന്ത്യയുമായിട്ട് സാംസ്കാരിക സ്വത്തവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? USA. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത്? പുസ്തകത്തിന്റെ പേര് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ. എഴുതിയത് MK സാനു ആണ്. MK സാനു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് റോഷ്നി. പദ്ധതിയുടെ പേര് റോഷ്നി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കുന്നതിനായിട്ട് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് റോഷ്നി. 2024 കേന്ദ്ര ബജറ്റിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയാണ് NPS വാത്സല്യ. പദ്ധതിയുടെ പേര് NPS വാത്സല്യം. 2024 കേന്ദ്ര ബജറ്റിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? NPS വാത്സല്യമാണ്. NPS വാത്സല്യം. 2024 കേന്ദ്ര ബജറ്റില് ഗോത്ര മേഖലയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതി. ഗോത്ര മേഖലയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാൻ മന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ. പ്രധാൻ മന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ. ഗോത്ര മേഖലയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 2024 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരാണ് പ്രധാൻ മന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ. ഊർജ മേഖലയുടെ വികസനത്തിന് സ്വകാര്യ മേഖലയുമായി ചേർന്ന് രാജ്യത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആണവ റിയാക്ടറുകൾ അറിയപ്പെടുന്നത് ഭാരത് സ്മോൾ റിയാക്ടറുകൾ എന്നാണ്. ഭാരത് സ്മോൾ റിയാക്ടറുകൾ. ഊർജ മേഖലയുടെ വികസനത്തിന് സ്വകാര്യ മേഖലയുമായിട്ട് ചേർന്ന് രാജ്യത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആണവ റിയാക്ടറുകൾ അറിയപ്പെടുന്നതാണ് ഭാരത് സ്മോൾ റിയാക്ടറുകൾ. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ് ആണ്. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ്. ലോകാരോഗ്യ സംഘടന 2024 ഒക്ടോബറിൽ മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഈജിപ്താണ്. ലോകാരോഗ്യ സംഘടന മലേറിയ മുക്തമായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഈജിപ്ത്. ജില്ലകളുടെ ഒരു തനതുൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ കേരളത്തിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. ജില്ലകളുടെ ഒരു തനതുൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ കേരളത്തിൽ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ രാജ്യത്ത് ആദ്യമായിട്ട് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. അമീബിക് മസ്തിഷ്ക രോഗത്തിനെതിരെ രാജ്യത്ത് ആദ്യമായിട്ട് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം റോക്കറ്റ് വിജയിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ?
അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന റോക്കറ്റാണ് എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം റോക്കറ്റ്. വിജയിപ്പിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. 2024 വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചരുവിലാണ്. 2024 വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? അശോകൻ ചരുവിൽ. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ KC വേണുഗോപാൽ. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? KC വേണുഗോപാൽ ആണ്. KC വേണുഗോപാൽ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ റഹത്കർ ആണ്. വിജയ കിഷോർ റഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. വിജയ കിഷോർ റഹത്കർ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ജസ്റ്റിസ് B സുധീന്ദ്രകുമാറാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിച്ചത് ആരെയാണ്? ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ. ജസ്റ്റിസ് B സുധീന്ദ്രകുമാർ. സെബി ഉപഭോക്താക്കൾക്കായി അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ടാണ് സേവ. സെബീസ് വെർച്വൽ അസിസ്റ്റൻസ്. സെബി ഉപഭോക്താക്കൾക്കായിട്ട് അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ടാണ് സേവ. സെബീസ് വെർച്വൽ അസിസ്റ്റന്റ്. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2024 വർഷത്തെ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ്. ടി പത്മനാഭൻ. കുത്തബ് മിനാറിനേക്കാൾ 3 മടങ്ങ് ഉയരമുള്ള സ്കൈ ഡെക്ക് നിലവിൽ വരുന്നത് ബംഗളൂരുവിലാണ്. കുത്തബ് മിനാറിനേക്കാൾ 3 മടങ്ങ് ഉയരമുള്ള സ്കൈ ഡെക്ക് നിലവിൽ വരുന്നത് ബംഗളൂരു. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായിട്ട് നിയമിതനായത് ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണർ PT ബാബുരാജാണ്. PT ബാബുരാജ്. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായിട്ട് നിയമിതനായത് PT ബാബുരാജ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ. 2024 ഒക്ടോബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ. 2024 ഒക്ടോബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2024 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? KS ചിത്രയ്ക്കും ഉത്തം സിംഗിനുമാണ്. സംഗീത സംവിധായകനായ ഉത്തം സിംഗിനും KS ചിത്രയ്ക്കുമാണ് 2024 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്. ഉത്തം സിംഗ്, KS ചിത്ര. ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. 2024 ഫെമിന മിസ് ഇന്ത്യ പട്ടം നേടിയത് നിക്കിത പോർവാൾ ആണ്. നിക്കിത പോർവാൾ. 2024 ഫെമിന മിസ് ഇന്ത്യ പട്ടം നേടിയത് നിക്കിത പോർവാൾ. KSEBയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് ധ്രുതി. KSEBയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് ധ്രുതി. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ തെരഞ്ഞെടുത്ത 75 പ്രസംഗങ്ങൾ സമാഹരിച്ച പുസ്തകമാണ് വിങ്സ് ടു അവർ ഹോപ്സ്. വിങ്സ് ടു അവർ ഹോപ്സ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ തെരഞ്ഞെടുത്ത 75 പ്രസംഗങ്ങൾ സമാഹരിച്ച പുസ്തകമാണ് വിങ്സ് ടു അവർ ഹോപ്സ് എന്നത്. ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായിട്ട് നിയമിതയായത്
രശ്മിക മന്ദാനയാണ്. ദേശീയ സൈബർ സുരക്ഷാ അംബാസഡറായിട്ട് നിയമിതയായത് രശ്മിക മന്ദാന. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കുന്ന പദ്ധതിയാണ് നൻഹെ ഫരിസ്തേ എന്നത്. നൻഹെ ഫരിസ്തേ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് നൻഹെ ഫരിസ്തേ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.